ഇൻസ്റ്റാഗ്രാമിൽ ആഫ്റ്റർ എഫക്റ്റിന്റെ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇതെല്ലാം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കുള്ള വീഡിയോ ആണ് ഇത്. നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോണത് എങ്ങനെ ഒരു വീഡിയോയിൽ കമ്പോസിഷൻ ആദ്യം എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് അനിമേഷൻ കൊടുക്കാം, സ്ലോ മോഷൻ ഫാസ്റ്റ് മോഷൻ അപ്ലൈ ചെയ്യാം, സ്റ്റെബിലൈസ് ചെയ്യാം, കളർ ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോണ എങ്ങനെ നമുക്ക് ഒരു കമ്പോസിഷൻ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് തന്നെ ആഫ്റ്റർ എഫക്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അതിൽ വിൻഡോസ് എന്ന് പറഞ്ഞ മുകളിലുണ്ട്. വിൻഡോസ് ഓപ്ഷൻ എടുത്തിട്ട് വർക്ക് സ്പേസിൽ ഓൾ പാനൽ ആക്കിയിടുക. ആദ്യം തന്നെ നമുക്ക് തുടക്കം തന്നെ ഓൾ പാനൽ ആക്കിയിടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് ഇവിടെ കുറെ ടൂൾസ് ഒക്കെ കാണാൻ പറ്റും. ടെക്സ്റ്റ് ടൂള്, ബ്രഷ് ടൂള്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതിന്റെ മുകളിൽ ഫയൽ, എഡിറ്റ്, കമ്പോസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ താഴേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ടൈം ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലാണ് നമുക്ക് എഫക്ട്സും പ്രീസെറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മൾ ആഫ്റ്റർ എഫക്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ സെന്ററിൽ കാണുന്ന ഈ രണ്ടെണ്ണമാണ് നമ്മുടെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ കമ്പോസിഷനിൽ ഇപ്പോൾ രണ്ട് ഓപ്ഷൻ, ന്യൂ കമ്പോസിഷൻ, അതുപോലെ ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്ലിപ്പ്, നമ്മൾ ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത്, ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോക്ക് അനുസരിച്ചുള്ള കമ്പോസിഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് ക്രിയേറ്റ് ആയി കിട്ടും. FPS ആണെങ്കിലും അതിന്റെ പ്രീസെറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ആ വീഡിയോയുടെ ഇതനുസരിച്ച് നമുക്ക് കിട്ടും. അതാണ് ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് ഒരുപാട് ക്ലിപ്പുകളൊക്കെ ഇടയിൽ ന്യൂ കമ്പോസിഷൻ എടുത്തിട്ട് നമുക്ക് പ്രീസെറ്റ് ചെയ്താൽ നമുക്ക് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ അത് ആദ്യം സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു കമ്പോസിഷൻ ഇപ്പൊ പോർട്രേറ്റിലാണെങ്കിൽ പോർട്രേറ്റിൽ, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിലാണെങ്കിൽ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ഒരു കമ്പോസിഷൻ സെറ്റ് ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഫയലില് ഇമ്പോർട്ട് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് എന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ ഫയൽസ് ഉള്ളത് അത് നമുക്ക് വീഡിയോ ഫയൽസ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ശേഷം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഫയലിൽ നിന്ന് നമുക്ക് ഏത് വീഡിയോ ആണ് ഫസ്റ്റ് ഷോർട്ട് ആയിട്ട് ഇടേണ്ടത് അത് നമ്മൾ നേരെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ടൈം ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ടൈം ലൈനിലേക്ക് ഇടുമ്പോൾ കണ്ടാൽ നമ്മുടെ വീഡിയോയുടെ കമ്പോസിഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പോസിഷനും നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കമ്പോസിഷനിൽ പോവാം. മുകളിൽ കമ്പോസിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കമ്പോസിഷൻ എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് അതിൽ കമ്പോസിഷൻ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അതിൽ നമുക്ക് പ്രീസെറ്റ്സും ഫ്രെയിം റേറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ വീഡിയോയുടെ പ്രീസെറ്റ് എത്രയെന്നുള്ളത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് നോക്കിയിട്ട് നമുക്ക് പ്രീസെറ്റോടെ വിത്ത് അടിച്ചു കൊടുത്ത ഓട്ടോമാറ്റിക് ഹൈറ്റ് ചെയ്തിട്ട് ബാലൻസ് ആയിക്കോളും. അതിനുശേഷം ഈ ഫ്രെയിം റേറ്റ് നമ്മുടെ കിടന്ന് 30 വീഡിയോയുടെ 25 അത് 25 കൊടുത്ത് നമുക്ക് കണ്ടാം കറക്റ്റ് നമ്മുടെ കമ്പോസിഷൻ വീഡിയോ കമ്പോസിഷൻ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള കമ്പോസിഷൻ നമുക്ക് ക്രിയേറ്റ് ആയി. അടുത്ത് നമ്മൾ നോക്കാൻ പോണ ഒരു വീഡിയോയിലൊക്കെ അങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് അനിമേഷൻ കൊടുക്കാന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ മുകളിൽ ടെക്സ്റ്റ് ടൂൾ ഉണ്ട്. ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം നമ്മുടെ കമ്പോസിഷനിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ടൈം ലൈനിൽ ഒരു ടെക്സ്റ്റ് ലെയർ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. അതിനുശേഷം നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണ് അടിക്കേണ്ടത് ടെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമുക്ക് സൈസ് ഒക്കെ കൂട്ടി എവിടെയാണോ വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് അതിന്റെ കൺട്രോൾ മൊത്തം ഉണ്ട്. ടെക്സ്റ്റിന്റെ സൈസ് കൂട്ടാനും അതുപോലെ തന്നെ ഫോണ്ടുകൾ മാറ്റാനും എല്ലാത്തിനുള്ള ഇത് റൈറ്റ് സൈഡിലുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവും. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് അനിമേഷൻ കൊടുക്കാനായിട്ട് റൈറ്റ് സൈഡിൽ എഫക്ട് ആൻഡ് പ്രീസെറ്റ്സ് എന്ന് പറയുന്നത് അനിമേഷൻ പ്രസൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുത്തിട്ട് അതിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഫോൾഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അനിമേഷൻ, ഇൻ, ഔട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്. നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ എടുത്തിട്ട് നമുക്ക് ഇട്ട് നോക്കാം. നമുക്ക് പറ്റുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എടുത്തിട്ട് നേരെ ഡ്രാഗ് ചെയ്ത് ടെക്സ്റ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അനിമേഷൻ അവിടെ അപ്ലൈ കിട്ടും. നമ്മളെപ്പോഴും അനിമേഷൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈം ലൈനിലെ ലൈൻ നമ്മളെപ്പോഴും സ്റ്റാർട്ടിങ് എവിടെ നിന്നാണോ അനിമേഷൻ തുടങ്ങുന്നത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ ഈ ഇത് കൊണ്ടൊന്ന് കുറച്ചുകൂടെ നീക്കി വെക്കണം, ഫ്രണ്ടിലേക്ക് നീക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങിയായിരിക്കും പിന്നെ നമുക്ക് അനിമേഷൻ സ്റ്റാർട്ട് ആവുക. അപ്പൊ ഇതോടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് അനിമേഷൻ കൊടുക്കാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വീഡിയോക്ക് സ്ലോ മോഷനും ഫാസ്റ്റ് മോഷനും ആഡ് ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് വീഡിയോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഓപ്ഷൻസ് വരില്ല. അതിൽ ടൈം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടൈം സ്ട്രെച്ച് എടുക്കും. ടൈം സ്ട്രെച്ച് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ കിടക്കണം 100 എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഏതൊരു സ്പീഡിലാണോ ആ ഒരു സ്പീഡിലായിരിക്കും കിടക്കണം. നമുക്കത് ഫാസ്റ്റ് മോഷൻ ആക്കാണെങ്കിൽ മൈനസ് കൊടുക്കാം, മീൻസ് 100 താഴേക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 25 കൊടുത്തു. അപ്പൊ കണ്ട അത്യാവശ്യം ഫാസ്റ്റ് ആയി. ഇനിയിപ്പോ നമുക്ക് അത് സ്പീഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 100 മേളിലേക്ക് കൊടുക്കാം. 150, 200 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സ്പീഡ് കൂടി കിട്ടും. അത് നമ്മുടെ വീഡിയോയുടെ അനുസരിച്ച് നമുക്ക് സ്പീഡ് സ്ലോ എന്തോരം ആക്കാന്നുള്ളത് നമുക്ക് നോക്കി ചെയ്യാം. നമ്മളിപ്പോ ഈ വീഡിയോക്ക് സ്ലോ മോഷൻ ഫാസ്റ്റ് മോഷൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്മൂത്ത്നെസ് പോകാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഫ്രെയിം ബ്ലെൻഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഫ്രെയിം ബ്ലെൻഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പിക്സൽ മോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഇനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സ്മൂത്ത് ആവും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വീഡിയോ നമുക്ക് എങ്ങനെ റിവേഴ്സ് കൊടുക്കാന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം ഫ്രണ്ടിൽ നിന്ന്. നമുക്ക് ഇത് നേരെ തിരിച്ചാക്കണം, റിവേഴ്സ് സ്റ്റാർട്ടിങ് വരുത്തണം. അതിനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൈം റിവേഴ്സ് ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഇനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ആ വീഡിയോ റിവേഴ്സ് ആക്കി കിട്ടുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ഭയങ്കര ഷെയ്ക്ക് ആയിട്ടുള്ള വീഡിയോ അത് നമുക്ക് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ ട്രാക്കർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രാക്കർ എന്നൊരു ഓപ്ഷനിൽ വാർക്ക് സ്റ്റെബിലൈസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് നമ്മുടെ വീഡിയോ അനലൈസ് ആയി ഓട്ടോമാറ്റിക് വീഡിയോ സ്റ്റെബിലൈസ് ആയി കിട്ടുന്നതാണ്. അടുത്ത് നമ്മൾ എങ്ങനെ ഒരു വീഡിയോ കളർ ഗ്രേഡിങ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ എഫക്ട് ആൻഡ് പ്രീസെറ്റ്സ് എടുക്കുക. അതിൽ നമ്മൾ മുകളിൽ സെർച്ച് ഓപ്ഷനിൽ ലുമേട്രി കളർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ലുമേട്രി കളറിന്റെ ഒരു പ്രിസെറ്റ് വരും. അത് നമ്മൾ നേരെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഏത് വീഡിയോ ആണോ കളർ ഗ്രേഡ് ചെയ്യേണ്ടത് ആ വീഡിയോയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഫക്ട് കൺട്രോൾ വരും. എഫക്ട് കൺട്രോളിൽ നമുക്ക് ടെമ്പറേച്ചറും അതുപോലെ തന്നെ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടേതായ രീതിക്ക് നമുക്ക് കളർ ഗ്രേഡ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ആഫ്റ്റർ എഫക്റ്റിന്റെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇതുപോലെ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവരിലേക്കൊക്കെ ഇത് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.